ക്രിസ്ത്യൻ മുസ്ലിം സംഘടനകളെ കൂടി ഉൾപ്പെടുത്തി നവോത്ഥാന മൂല്യസംരക്ഷണ സമിതി വിപുലീകരിച്ചു. ഓർത്തഡോക്സ്, ലത്തീൻ, CSI എന്നീ ക്രിസ്തീയ സംഘടനാ പ്രതിനിധികളും ജമാഅത്തെ ഇസ്ലാമി, KNM എന്നീ മുസ്ലിം സംഘടനകളും യോഗത്തിൽ പങ്കെടുത്തു. മാർച്ച് 10 മുതൽ 15 വരെ സംസ്ഥാനത്തെ വിവിധ കേന്ദ്രങ്ങളിൽ ബഹുജന കൂട്ടായ്മകൾ സംഘടിപ്പിക്കും. ശബരിമല സ്ത്രീ പ്രവേശനം സർക്കാരിനെതിരായ ആയുധമാക്കി സംഘപരിവാർ രാഷ്ട്രീയ നേട്ടത്തിനൊരുങ്ങിയ വേളയിലാണ് സർക്കാർ നവോത്ഥാന മൂല്യ സംരക്ഷണ സമിതി രൂപീകരിച്ചത്. സമിതിയുടെ രൂപീകരണ വേളയിൽ ഹിന്ദു സംഘടനകളെ മാത്രം ഉൾപ്പെടുത്തിയത് വിമർശിക്കപ്പെട്ടിരുന്നു. ഈ വിമർശനം മറികടക്കാനാണ് ക്രിസ്ത്യൻ മുസ്ലിം സംഘടനകളെ കൂടി ഉൾപ്പെടുത്തി സമിതി വിപുലീകരിച്ചത്. NSSനും യോഗത്തിൽ പങ്കെടുക്കാമെന്ന് വെള്ളാപ്പള്ളി പറഞ്ഞു. ശബരിമലയുമായി ബന്ധപ്പെട്ട് ആയിരുന്നുകൊണ്ട് അന്ന് ഹിന്ദുക്കൾ മാത്രമേ അന്നത്തെ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ള സത്യം തന്നെയാണ്. അഹിന്ദുക്കളായ മുസ്ലിം ആയാലും ക്രിസ്ത്യൻ സമുദായത്തിലായാലും അവരുടെ എല്ലാം തന്നെ അവരുടെ പ്രവർത്തനങ്ങൾ നവോത്ഥാനത്തിന് വേണ്ടി കേരളത്തിന് വിലപ്പെട്ട സംഭാവനകൾ അവർ ചെയ്തിട്ടുണ്ട് എന്നുള്ള തിരിച്ചറിവും ബോധ്യവും ഈ കമ്മിറ്റിക്ക് നല്ലതുപോലെയുണ്ട്. നവകേരള നിർമ്മിതി നവോത്ഥാന മൂല്യങ്ങളിൽ അധിഷ്ഠിതമായിരിക്കണമെന്ന് യോഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു. ഈ മാസം 11 നടക്കുന്ന ജനറൽ ബോഡി യോഗത്തിൽ പുതുതായി എത്തിയവരിൽ നിന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്കുള്ളവരെ തിരഞ്ഞെടുക്കും. 12 ജില്ലാ സമിതികൾ രൂപീകരിക്കും. മാർച്ച് 10 മുതൽ 15 വരെ സംസ്ഥാനത്തെ വിവിധ കേന്ദ്രങ്ങളിൽ ബഹുജന കൂട്ടായ്മ സംഘടിപ്പിക്കും. ഓർത്തഡോക്സ് തിരുവനന്തപുരം സഭാധ്യക്ഷൻ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയോസ്, ലത്തീൻ കത്തോലിക്ക സഭാ വികാരി ജനറൽ യൂജിൻ പെരേര, CSI ദക്ഷിണ കേരള മഹാ ഇടവക ബിഷപ്പ് ധർമ്മരാജ് റസാലം, ജമാഅത്തെ ഇസ്ലാമി പ്രതിനിധി O അബ്ദുറഹ്മാൻ, മുസ്ലിം പണ്ഡിതൻ അബ്ദുൽ ഹക്കീം ഫൈസി, ഫസൽ ഗഫൂർ, KNM പ്രതിനിധികൾ തുടങ്ങിയവർ പുതുതായി പങ്കെടുത്തു. മീഡിയ 1 തിരുവനന്തപുരം.